ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ആണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ആയാലും ഉപയോഗിക്കാം, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, 3 വലിയ സവാളയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത്, 5 പച്ചമുളക് രണ്ടായിട്ട് കീറിയത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ പപ്രിക്ക പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിറം കിട്ടാൻ വേണ്ടിയാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഞാനിത് വീട്ടിലുണ്ടാക്കിയതാണ്, കറിവേപ്പില 1-2 കതുപ്പ്, 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പർ, ഇത് മുളക് പൊടിച്ചതാണ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്. 2 കിലോ ചിക്കൻ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റണം. അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വഴറ്റണം. ഇതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. അത് പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് വെജിറ്റബിൾ ഓയിലിനകത്ത് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ കോക്കനട്ട് ഓയിലിനകത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഒരു ഇത്തിരി കൂടെ ടേസ്റ്റ് വരുന്നത്. ഞാനതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ പ്രിഫർ ചെയ്യുന്നത്. ഇത് പാകത്തിന് ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയാൽ മതി. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പപ്രിക്ക പൗഡർ അത്രയിട്ട് നന്നായി ഇളക്കണം. ഞാൻ ഈ പപ്രിക്ക പൗഡർ ഉപയോഗിക്കുന്നത് ജസ്റ്റ് കളറിന് വേണ്ടിയാണ്. ഞാൻ ഉപയോഗിക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡറാണ് പകരം ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇത്തിരി അളവും കൂട്ടിക്കോ. ഈ പപ്രിക്ക പൗഡർ കംപ്ലീറ്റ്ലി ഇല്ലാതെ ആക്കാൻ പറ്റും. മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കണം. അതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് 2-3 കതുപ്പ് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കണം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കത്തില്ല നമ്മൾ. ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളത്തിനകത്താണ് ആ ഗ്രേവി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത് ഞാൻ ഹോൾ ചിക്കൻ അല്ല ഉപയോഗിച്ചേക്കുന്ന, ചിക്കൻ തൈസും ഡ്രംസ്റ്റിക്സും ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഹോൾ ചിക്കൻ അല്ല. ഒരുപാട് കാല് ഇതിനകത്ത് കാണുമ്പോൾ ഒരു കോഴിക്കകത്ത് ഇത്രയും കാലമൊന്നും ആരും ചിന്തിച്ച് കളയരുത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്കിപ്പോൾ അടച്ചു വെക്കാം. 10 മിനിറ്റത്തേക്ക് ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ 10 മിനിറ്റ് ഒറ്റയടിക്കങ്ങ് അടച്ചു വെച്ചേക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാര്യം നന്നായിട്ട് തീ വെച്ചേക്കുമല്ലേ, അപ്പോൾ അടിയിൽ പിടിക്കും. വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇനിയും അടുത്ത 10 മിനിറ്റ് തീ മാക്സിമം കുറച്ച് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഈ ആവിയിലുണ്ടാകുന്ന വെള്ളമേ അതിലോട്ട് ഒഴിക്കുന്നുള്ളൂ. ക്രഷ്ഡ് പെപ്പറും ഗരം മസാലയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് എടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. അടുത്ത ഒരു 10 മിനിറ്റോളം വീണ്ടും നമ്മൾ
അടച്ചു വെക്കണം. അടച്ചു വെക്കുന്നതിൻ്റെ ഇടയിൽ ഇളക്കണം. മുഴുവനും അടച്ചു വെക്കാനല്ല, ഞാൻ അടച്ചു വെക്കുന്നതിൻ്റെ ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയും തീ ഒരു ഇച്ചിരി കൂടെ കൂട്ടണം. മീഡിയം ആണ്ട, ഇത്തിരി കൂടെ കൂട്ടണം. നോക്ക്, ഇതിലേക്ക് ഗ്രേവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൻ്റെ ആ ഫ്ലെയിമിൻ്റെ ഇതിലാണ് ആ ഒരു വെള്ളം ഊറി വരുന്നതിൻ്റെ ട്രിക്കുള്ളത്. ഒറ്റ രീതിയിൽ ഫ്ലെയിം ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ വരില്ല. ഇങ്ങനെ ആ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കണ്ട് മാറ്റി വെച്ചിരുന്ന ആ ലെമൺ ജ്യൂസ് മുഴുക്കെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. ഇത് എൻ്റെ ഒരു സ്പൈസ് ലെവലിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ചിലപ്പോൾ ഇത് എരി കുറവായിട്ട് തോന്നാം. ഒട്ടും തന്നെ സ്പൈസ് യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ എരി കൂടുതലായിരിക്കും. എരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പൊതുവേ ഇത് എന്താ പറയുന്നത്, ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തിന്നാനായിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. മസാലയൊന്നും പുരട്ടി മാരിനേറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. അടുത്തൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഓഫ് 30 മിനിറ്റ്സിൻ്റെ കുക്കിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 15 മിനിറ്റ്സ് കൂടെ കുക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നന്നായി ഇളക്കിയിട്ട് അത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക ഒരു 5 മിനിറ്റത്തേക്ക്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായി ഇളക്കി. ഇനിയും കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വെക്കത്തില്ല. ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. തുറന്ന് കുറച്ച് നേരം ഇരുന്ന് ബാക്കിയുള്ള സമയം ഇരുന്ന് വേകട്ടെ. അത് ഏകദേശം ശരിയായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യണം. അത് കറി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാൻ.